ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത മാസമാണ് സൂപ്പർ കപ്പിന് തുടക്കമാവുക. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ഇത്. ഇതിനു വേണ്ടി എല്ലാ ISL ക്ലബ്ബുകളെയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ ചിലരൊന്നും ഈ ഒരു ക്ഷണം സ്വീകരിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾ ഉപാധികളോട് കൂടിയുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട്. അതായത് എല്ലാ ക്ലബ്ബുകളെയും ആകർഷിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ACL 2-നുള്ള പ്ലേ ഓഫ് സ്പോട്ട് ഈ കോമ്പറ്റീഷനിലെ ജേതാക്കൾക്ക് ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ക്ലബ്ബുകളെ അറിയിച്ചിട്ടുണ്ട്. മാർക്കസ് മെർഗുലാവോയുടെ ആ ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: സൂപ്പർ കപ്പിൽ വിജയിക്കുന്ന ക്ലബിന് ACL 2-നുള്ള പ്ലേ ഓഫ് സ്പോട്ട് ലഭിക്കുമെന്ന കാര്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാ ISL ക്ലബ്ബുകളെയും 6 I ലീഗ് ക്ലബ്ബുകളെയും അറിയിച്ചിട്ടുണ്ട്. അടുത്ത സീസണിലേക്കുള്ള അവസരമാണ് ലഭിക്കുക. മാത്രമല്ല, വിജയിക്കുന്ന ക്ലബിന് ഇന്ത്യൻ ക്ലബ്ബ് ലൈസൻസിംഗ് റെഗുലേഷന് കീഴിൽ പ്രീമിയർ 1 ലൈസൻസ് ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സൂപ്പർ കപ്പ് വിജയിക്കുന്നവർക്ക് ACL 2-നുള്ള പ്ലേ ഓഫ് യോഗ്യത ലഭിക്കും. ആ ഒരു പ്ലേ ഓഫ് മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ACL 2-നുള്ള യോഗ്യത ലഭിക്കും എന്നുള്ളതാണ്. FC ഗോവ ഇത്തവണത്തെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കിയത് ഈ ഒരു വഴി സ്വീകരിച്ചുകൊണ്ടാണ്. അത് ഇപ്പോഴും ആവർത്തിക്കുകയാണ് എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എല്ലാ ക്ലബ്ബുകളും ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഫെഡറേഷൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.